ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു മൂവിയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് ഐ നോബഡി മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത് നിഷാൻ ബഷീറും അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജും പിന്നെ പാർവതി തിരുവത്തൂരുമാണ്. ഇതിനു മുമ്പേ ഈ സംവിധാനം ചെയ്ത ഏത് മൂവി നിനക്കറിയാമോ? റോഷാക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നത്. അത് മമ്മൂട്ടിയുടെ മൂവിയായിരുന്നു, കിടില മൂവിയായിരുന്നു. അതിലെ മറ്റേ ഉള്ളത് നമ്മുടെ ആസിഫ് അലി വില്ലനായിട്ട്. പക്ഷെ അവനെ ഒരിക്കലും കാണിക്കൂല, മാസ്ക് ഇട്ട് ഒരു എന്തായാലും നമുക്ക് ആദ്യം ഐ നോബഡിയുടെ ട്രെയിലർ കാണാം. പൃഥ്വിരാജ് അതല്ല, ഇവൻ സമ്പാദിക്കട്ടെ, അതായത് നടനെന്ന് തോന്നുന്നു മെയിൻ ലീഡ് സമ്പാദിക്കാത്ത കുറച്ച് സ്വത്ത് അവന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആര് കൊടുത്ത്? ഇവരൊക്കെ പിടിച്ചു പറിച്ചായിരിക്കും. പിടിച്ചു പറിച്ചതോ മോട്ടിച്ചതോ എന്തോ അത് ഒറ്റയ്ക്ക് അവനെ വിടൂലെന്നാണ് ഇവർ പറയണേ. ഒറ്റയ്ക്ക് കൊണ്ടുപോവാൻ ഇവരിക്കും വേണമെന്നാണ് പറയണേ. അപ്പൊ ഇവരാരെ സൂത്രം കിട്ടിയ തൊഴിയെന്നല്ലേ പറഞ്ഞേ? എന്നുവെച്ചാ ബാങ്കിൽ നിന്ന് മോട്ടി ചെയ്തായിരിക്കും മിക്കവാറും. ഇവൻ ബാങ്കിലെ ആളായിരിക്കും പൃഥ്വിരാജ്. ബാങ്കിൽ നിന്ന് ഇവൻ ബാങ്ക് പോലീസ് വരെ വന്നിട്ട് സ്റ്റേഷൻ വരെ വരാൻ പറയണം. പിന്നെ ബാങ്കിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ബാങ്കിന്റെ സെറ്റപ്പ് ആയിരിക്കും. അതെ അതെ. ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലും. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലെടുപ്പ് പണ്ടേ കുറച്ച്. ഈ ഡയലോഗ് സൂപ്പറാണ്. ഈ പൃഥ്വിരാജ് പറയുമ്പോ ഒരു പവർ ഉണ്ട്. എന്ന് വെച്ചാ ഇവൻ മൊത്തത്തിൽ കുഴപ്പക്കാരനാണ് പണ്ട് തൊട്ടേ. അതെ. പക്ഷേ നമ്മ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അടിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് ഇടിക്കുമോ? അങ്ങനെയില്ല. ഇവൻ ഏതൊരു സ്കാം ചെയ്തിട്ടുണ്ട്. സ്കാമില് ചെയ്തിട്ട് ഇവന്റെ കയ്യിൽ പൈസ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തത് അതിനെ പിടിച്ചു പറിക്കാനായിരിക്കും ബാക്കിയുള്ളവര് വേണം. അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ പൃഥ്വിരാജിന്റെ ഡയലോഗ് സൂപ്പർ. ഇവിടേക്ക് പൈസ വെക്കുന്ന സേഫ് ആണോ? ഇവ കൊടുക്കൂലെന്നും അവരെ പിടിച്ച് പറിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അല്ലേ? ഇത് ഫുള്ളും പൈസയുടെ ബേസ് ചെയ്ത് പോണെന്ന് തോന്നുന്നു. ടീസർ അല്ല ട്രെയിലർ കൂടെ ഇല്ലേ? സൂപ്പർ സാധനം. പക്ഷെ ഈ പൃഥ്വിരാജിന്റെ ടീസർ ട്രെയിലർ വരുമ്പം ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതിലും ഉണ്ട് അല്ലേ? അതുമില്ല, ഈ പൈസയുടെ ബാക്കിൽ നിന്നാണ് ഫുള്ളായിട്ട് ആദ്യം തൊട്ട് ഈ ട്രെയിലർ തുടങ്ങിയ തൊട്ട് പോണത്. ഇത് ഫുള്ളായിട്ട് പവർഫുള്ളാ. ഭാര്യ ഭർത്താവും ഫുള്ളായിട്ട് സെറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? അങ്ങനെയല്ലടാ. പിന്നെ ഇല്ല, അവിടെ പിടിച്ചേക്കുമെന്ന് തോന്നുന്നു. എന്ത് പ്രശ്നം വന്നാലും പിടിച്ചേക്കണല്ല. ആ ഡയലോഗ് കേട്ടിട്ട് അങ്ങനെ അവക്ക് അവളെ മക്കളെ മാത്രമാണ് വലുതെന്ന് കാണിക്കണേ. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ പിടിച്ചേക്കും. അറിഞ്ഞൂടാ. പക്ഷെ പവർഫുൾ ആയിട്ടല്ല ഡയലോഗ് പറഞ്ഞേ. അതെ. ഇല്ല അത് കണ്ടാ നീ എന്ന് വെച്ചാൽ ഒറ്റ കണ്ണ് തുറക്കണില്ല, ഈ കണ്ണ് തുറന്നു അങ്ങനെ എക്സ്പ്രഷൻ കണ്ട. എന്ന് വെച്ചാൽ ഒരു സൈഡ് ഇങ്ങനെ തുറക്കാതെ ഇങ്ങനെ വയ്ക്കും. അതേ സംഭവം ഉണ്ടല്ലോ, അടി കൊടുത്ത് ഇങ്ങനെ ആയത്. അപ്പോഴാണ് ആ ഒരു അവനെ കാണിക്കുന്നത്. ഓ, അങ്ങനെ കിടലായിട്ട് വേണം അവനെ. നമുക്ക് ഇങ്ങനെ ഒരു കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ ഫുള്ളായിട്ടില്ല അടയ്ക്കൂ. ഇല്ല, അടയ്ക്കാനൊക്കെ പറ്റും എന്നെ കൊണ്ട്. ഒന്നും അറിയണം. ഇത് കാണും കേട്ടോ, ഇത് കാണണ്ട പടമായിരിക്കും. അവൻ പറഞ്ഞത് പപ്പയുടെ കൂടെ നിന്ന് ആരും ഇപ്പൊ ജീവനോടെ ഇല്ലെന്നാ. അങ്ങനല്ലേ? എല്ലാരും കൊന്ന് കുഴിച്ചു കിട്ടണം വേണമെങ്കിൽ. ഇവൻ പണ്ട് തൊട്ടേ എല്ലാരെയും കൊന്നുണ്ട്. എന്ന് വെച്ചാ പൈസ ചോദിച്ചു വേണം എല്ലാത്തിനെയും തട്ടിക്കോ. അങ്ങനെയായിരിക്കും. പ്ലാൻ ചെയ്യണല്ല ഒരുമിച്ചാണെങ്കിലും പൈസ കൊടുക്കില്ല.
ട്രെയിലർ സൂപ്പർ സാധനം. അടി എന്ന് പറഞ്ഞ ഭയങ്കര അടി. അടുത്ത മാസം 9. അടുത്ത മാസം 9 ഇതിന്റെ റിലീസ്. എന്തായാലും പട അടിയായിരിക്കും. പെട ഫുള്ളും പൈസയുടെ ബേസ് ചെയ്താണ് പോണത്. ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ അതിൽ കാണിക്കുന്ന ഫുള്ളും പൈസയുടെ ബേസ് ചെയ്ത്. പക്ഷെ ഒരു സൈക്കോ ക്യാരക്ടർ എന്നാണ് തോന്നുന്നത്. ഇനി ചിലപ്പോ ഇവിടുത്തെ മറിച്ചായിരിക്കുമോ ഷെയർ മാർക്കറ്റിലിടാൻ? ഷെയർ മാർക്കറ്റിലിടാൻ മറിച്ചായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയതുമായിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് കൊടുക്കാറുണ്ടല്ല. ഇതൊക്കെ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്നവർ ഈ പൈസ കൊടുക്കാതിരിക്കുന്നതും പിന്നെ അങ്ങനത്തെ കുറെ കോപ്രായങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനല്ല, അതൊന്നും ഇതിൽ വരില്ല. എന്ന് വെച്ചാൽ പൈസയുടെ വിഷയത്താണ് ഫുള്ളും എപ്പോഴും അടി നടക്കുന്നത്. ഇതിലും അങ്ങനെയല്ലോ. പക്ഷെ അവന്റെ കൂടെ നിൽക്കുന്നവരെ തന്നെ അവൻ ചതിക്കുമെന്നാണ് തോന്നുന്നത്. അതോ അവന്റെ വേണ്ടി ആരായാലും ചതിക്കും. എന്തായാലും ഈ ഐ നോബഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ ആരെയും പേടിക്കില്ലെന്നോ, ഞാൻ ആരുമല്ലെന്നോ, ഞാൻ ഒന്നുമല്ലെന്നോ, അങ്ങനെ എന്തോ. ഞാൻ ആരെയും പേടിക്കില്ലെന്നോ? അങ്ങനെയല്ല, ഞാൻ ഒന്നുമല്ലെന്നാണെന്നോ. അങ്ങനെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? അങ്ങനെയല്ല, ഞാൻ ഇവിടെ ഇല്ലെന്നാണ്. ഞാൻ ഇതിലില്ല. ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ല. നമ്മളിത് കണ്ടിരുന്നാ മതി. അങ്ങനെ ഇല്ലടാ, ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ല, ജീവിച്ചിരിപ്പില്ല. അങ്ങനത്തെ ഒരിത് മറ്റേ ഡയലോഗ് ഉള്ളല്ലേ, അയ്യപ്പന് കോശിയുള്ള. നമ്മളിത് കണ്ടിരുന്നാ മതി. എന്തായാലും നമുക്ക് മൂവി ഇറങ്ങുമ്പോ നോക്കാം. ട്രെയിലർ പൊളി സാധനം.